നമസ്കാരം. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 മാർച്ച് മാസം 31 തിങ്കളാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുന്നതിനായിട്ട് വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മലയാള തീയതിയിൽ പറഞ്ഞാൽ 1200 ആണ്ട് മീനമാസം 17 തിങ്കളാഴ്ച ദിവസം. ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ ചൈത്രമാസം 10 തിങ്കളാഴ്ച ദിവസം. സൂര്യദേവൻ തിരുവനന്തപുരത്തിൻ്റെ കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചു വരുന്ന സമയം രാവിലെ 6:24. തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറേ ചക്രവാളത്തിൽ അസ്തമിക്കുന്ന സമയം വൈകുന്നേരം 6:29. സൂര്യദേവൻ തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ തിങ്കളാഴ്ച ദിവസം രാവിലെ 6:24 ഉദിച്ചുയരുന്ന തിഥി ദ്വിതീയ തിഥിയാണ്. ദ്വിതീയ തിഥി തിങ്കളാഴ്ച ദിവസം രാവിലെ 9:13 വരെ ഉണ്ടായിരിക്കുകയുള്ളൂ. പിന്നീട് തൃതീയ തിഥിയിൽ കൂടിയാണ് സൂര്യദേവൻ യാത്ര ചെയ്യുന്നത്. അങ്ങനെ വൈകുന്നേരം 6:29 തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറേ ചക്രവാളത്തിൽ അസ്തമിക്കുന്നു. തിരുവനന്തപുരത്ത് സൂര്യദേവൻ ഉദിച്ചു വരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് പ്രത്യക്ഷമാകുന്ന നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രം ആരംഭിക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരം 4:36 അവസാനിക്കുന്നത് തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് 1:46. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ അശ്വതി നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം 1:46 വരെ അശ്വതി നക്ഷത്രം ഉണ്ടായിരിക്കുകയുള്ളൂ. പിന്നീട് ഭരണി നക്ഷത്രമാണ് ആരംഭിക്കുക എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ അശ്വതി നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്രകാരം ഞായറാഴ്ച വൈകുന്നേരം 4:36 മുതൽ തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് 1:36 വരെയുള്ള സമയം അശ്വതി നക്ഷത്ര സമയമാണ്. അശ്വതി നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ച് ചിന്തിക്കാം. ആയില്യം, മകം, അവിട്ടം, പൂരുരുട്ടാതി, മൂലം, പൂരാടം, രേവതി ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 1:36 വരെ അശ്വതി നക്ഷത്രപ്രകാരമുള്ള അനുകൂലമായ അനുഭവങ്ങൾ ഈ നാളുകാർക്ക് വന്നു ചേരുകയുള്ളൂ. പിന്നീട് ഭരണി നക്ഷത്രമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളണം. തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് 1:36 മുതൽ ഭരണി നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ അശ്വതി, ഉത്രട്ടാതി, ചതയം, പൂരാടം, ഉത്രാടം, മകം, പൂരം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് 1:36 മുതലാണ് ഭരണി നക്ഷത്രം ആരംഭിക്കുക. ഭരണി നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങളാണ് ഈ നാളുകാർക്ക് വന്നു ചേരുക. ഏതൊക്കെ നാളുകാരാണ്? അശ്വതി, ഉത്രട്ടാതി, ചതയം, പൂരാടം, ഉത്രാടം, മകം, പൂരം. ഇനിയും പ്രതികൂലമായ അനുഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് 1:36 വരെ അശ്വതി നക്ഷത്രമാണല്ലോ. അപ്പോൾ അശ്വതി നക്ഷത്രപ്രകാരം തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് 1:36 വരെ ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പ്രതികൂലമായ അനുഭവങ്ങൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:36 വരെ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ അശ്വതി നക്ഷത്രപ്രകാരം തിരുവോണം, ചതയം, ഉത്രട്ടാതി എന്നീ 3 നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് 1:36 മുതൽ ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ അത്തം, രേവതി, പൂരുട്ടാതി, അവിട്ടം ഈ 4 നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് 1:36 മുതൽ ഭരണി നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ അത്തം, രേവതി, പൂരുട്ടാതി, അവിട്ടം ഈ 4 നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും അശ്വതി നക്ഷത്രപ്രകാരവും ഭരണി നക്ഷത്രപ്രകാരവും വന്നു ചേരുക എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് തിങ്കളാഴ്ച ദിവസം ശുഭകാര്യം ചെയ്യാൻ വേണ്ടി ശുഭസമയത്തെക്കുറിച്ച് ചിന്തിക്കാം. ശുഭസമയം തിങ്കളാഴ്ച ദിവസം രാവിലെ 6:24 മുതൽ 7:54 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 10:54 മുതൽ ഉച്ച കഴിഞ്ഞ് 3:24 വരെയുള്ള സമയവും ശുഭസമയമാണ്. ഈ സമയത്ത് പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും. ഇനി നമ്മൾ ചിന്തിക്കുന്നു സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 31. ഒറ്റ സംഖ്യയാക്കുമ്പോൾ 4 വരും. ഏതൊരു മാസത്തെയും 4, 13, 22, 31 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ്. കൂടുതൽ അനുകൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ വേണ്ടി എന്ത് ചെയ്യണം? സംഖ്യാശാസ്ത്രം ഇങ്ങനെ പറയുന്നു: മഞ്ഞ, നീല, ഇളനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ഉത്കൃഷ്ടമായ ഉത്തമമായ അനുഭവങ്ങൾ വന്നു ചേരും.
അത് മെച്ചപ്പെട്ട ഒരു അനുഭവമായി തീരുവാൻ വേണ്ടി ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ DMT എന്നീ അക്ഷരങ്ങൾ ഉണ്ടോ എന്ന് ചിന്തിക്കുക. അങ്ങനെ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിങ്കളാഴ്ച ദിവസം ഉത്കൃഷ്ടമായ, ഉത്തമമായ, ഉന്നതമായ അനുഭവങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. സംഖ്യാജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുവാനും താല്പര്യപ്പെടുക. ഏതെങ്കിലും കാരണവശാൽ വീഡിയോ അപ്ലോഡ് ചെയ്യുവാൻ താമസിച്ചു പോയെങ്കിൽ, നെറ്റിൻ്റെ പ്രോബ്ലം കൊണ്ട് അപ്ലോഡ് ചെയ്യാൻ താമസിച്ചു പോയാലും പ്രിയപ്പെട്ടവർ തിങ്കളാഴ്ച ദിവസം ഒരു ഉച്ചയ്ക്ക് മുമ്പ് തന്നെ 10 മണിയോടുകൂടിയെങ്കിലും ഇത് കണ്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന കാര്യം തിങ്കളാഴ്ച ദിവസം ധനനേട്ടമുള്ള നാളുകാരെക്കുറിച്ചാണ്. തിങ്കളാഴ്ച ദിവസം 2 നക്ഷത്രം വരുന്നുണ്ട്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:36 വരെ അശ്വതി നക്ഷത്രവും അത് കഴിഞ്ഞ് ഭരണി നക്ഷത്രവുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് അശ്വതി നക്ഷത്രപ്രകാരമുള്ള ധനനേട്ടം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് വന്നു ചേരുക എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ധനം വന്നു ചേരുന്ന നാളുകാർ തിങ്കളാഴ്ച രാവിലെ മുതൽ അശ്വതി നക്ഷത്രപ്രകാരം തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് 1:36 വരെ ധനം വന്നു ചേരുന്ന നാളുകാർ രേവതി, രോഹിണി, പുണർദം, മകം, അത്തം, വിശാഖം, മൂലം, തിരുവോണം, പൂരുട്ടാതി, അശ്വതി. ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ ധനം വന്നു ചേരും. രേവതി, രോഹിണി, പുണർദം, മകം, അത്തം, വിശാഖം, മൂലം, തിരുവോണം, പൂരുട്ടാതി, അശ്വതി. ഇത്രയും നാളുകാരുടെ ജീവിതത്തിലാണ് ധനം വന്നു ചേരുവാൻ സാധ്യത. ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ ഇവർ കൈകാര്യം ചെയ്താൽ വിജയിക്കും. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 1:36 വരെയാണ് ഇവർക്ക് അനുകൂലമായ സമയം. ധനപരമായ നേട്ടം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കൊടുത്തുവാങ്ങലിനും കടം മേടിച്ചാലൊക്കെ തിരിച്ചു കൊടുക്കാനും ഒക്കെ അനുകൂലമായ സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 1:36 മുതൽ ഭരണി നക്ഷത്രമാണ് ആരംഭിക്കുക. ഭരണി നക്ഷത്രപ്രകാരം ധനപരമായ നേട്ടം വന്നു ചേരുന്ന നാളുകാർ അശ്വതി, മകയിരം, പൂയം, പൂരാടം, ചിത്തിര, അനിഴം, പൂരം, അവിട്ടം, ഉത്രട്ടാതി, ഭരണി. ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 1:36 മുതൽ ഭരണി നക്ഷത്രപ്രകാരമുള്ള ധനനേട്ടം വന്നു ചേരുന്നതാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ധനപരമായ കാര്യങ്ങൾ ഈ നാളുകാർ ഈ സമയത്ത് കൈകാര്യം ചെയ്താൽ, തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 1:36 ശേഷം കൈകാര്യം ചെയ്താൽ തീർച്ചയായിട്ടും വിജയമുണ്ടാകും. കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങൾ ഈ നക്ഷത്രത്തിൻ്റെ പൊരുത്തം കൊണ്ടുണ്ടാകുന്ന കാര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മറ്റുള്ള നാളുകാർക്കൊക്കെ ധനം അവരുടെ തൊഴിലും സാഹചര്യമൊക്കെ അനുസരിച്ച് ധനം വന്നു ചേരുമെങ്കിലും ഈ നക്ഷത്രത്തിൻ്റെ പൊരുത്തം വെച്ചാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതും പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. ഇനി നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞ് അധ്യായം അവസാനിപ്പിക്കാം. ലോട്ടറി ഭാഗ്യം. ലോട്ടറി ഭാഗ്യം മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരാൻ സാധ്യതയുണ്ട്. പിന്നെ മിഥുനക്കുറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർദം 3/4 നാളുകാർക്കുണ്ട്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർദം 4, പൂയം, ആയില്യം നാളുകാർക്കുണ്ട്. ചിങ്ങക്കുറിൽപ്പെട്ട മകം, പൂര, ഉത്തരം 1/4 നാളുകാർക്കുണ്ട്. തുലാക്കുറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം 3/4 നാളുകാർക്കുണ്ട്. മകരക്കുറിൽപ്പെട്ട ഉത്രാടം 3/4, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ടൊക്കെ പങ്കുവച്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ, ഞാനൊരു പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് എല്ലാവരും മുടങ്ങാതെ ഒന്ന് കണ്ട് സഹകരിക്കുക. അതായത് ഈ 2025 2025 ഏപ്രിൽ മാസം മുതൽ 1 വർഷം കൊണ്ട് 1 കോടിയിലേറെ നക്ഷത്ര ജാതകർക്ക് കോടീശ്വര യോഗം കേട്ടോ. അത് സത്യമായിട്ടുള്ള കാര്യമാണ്, അത് നേട്ടമാണ്, ഉള്ള സത്യസന്ധമായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വിശ്വാസത്തോടെ നിങ്ങളത് കാണുക, നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുക. അവനവൻ്റെ നിലയനുസരിച്ചുള്ള ധനനേട്ടമായിരിക്കും ഉണ്ടാകും. വലിയ വ്യവസായികളും ബിസിനസ്സുകാർക്കൊക്കെ കോടികൾ നേട്ടം ഉണ്ടാകുന്ന പോലെ സാധാരണക്കാരന് ഒരുപക്ഷെ ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത് തങ്ങളുടെ ജീവിതത്തിൽ ഇത് വന്നു ചേരുകയില്ല എന്ന് ഓർത്ത് വിഷമിക്കരുത്. കാരണം നമുക്ക് 50,000 കിട്ടിയാലും 1 കോടിയുടെ പുണ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ മനസ്സിലാക്കി പ്രവർത്തിച്ച് ജീവിത വിജയം നേടണം. അതുപോലെ തന്നെ ആശാവർക്കർമാരെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആശാവർക്കർമാർ തിരുവനന്തപുരത്ത് സമരം ചെയ്തപ്പോൾ ആ സമരം എന്നാണ് വിജയിക്കുന്നതും എന്നാണ് അവസാനിക്കുന്നതുമുള്ള കാര്യത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ പ്രകാരം അഥവാ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ആശാവർക്കർമാരുടെ സമരം തീർന്നു, പൂർണ്ണമായിട്ടും വിജയിച്ചു. അവർ വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ഒരു മുഖചിത്രമാണ് കൗമുദിക്കാർ കൊടുത്തിരുന്നത്. ആ വാർത്തയിലൂടെയാണ് ഞാൻ ഇക്കാര്യം അറിഞ്ഞത്. വളരെ സന്തോഷം എനിക്കും ഉണ്ടായി. കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവരുടെ സമയം അതേ സമയത്ത് തന്നെ തീർന്നു, വിജയിച്ചു. വളരെ സന്തോഷം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ശക്തി മഹാദേവനാണ് തരുന്നത്. ഇതൊക്കെ പിഴച്ചു പോയാൽ എൻ്റെ അഡ്രസ്സ് പോയി, കാരണം ഞാൻ പറഞ്ഞ പ്രവചനം തെറ്റിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എല്ലാവരും എന്നെ തള്ളിക്കളയും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രവചിക്കുവാൻ ആർക്കും ധൈര്യം വരത്തില്ല. അപ്പോൾ ഞാനിങ്ങനെയുള്ള ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ പ്രവചിക്കാറുണ്ട്. കേരള ഗവൺമെൻറ്റിനെക്കുറിച്ച് പറയാറുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ.